ഹായ് ഹലോ, നാളെ എൻ്റെ പിറന്നാളാണ് കേട്ടോ. അപ്പോൾ കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് അന്നദാനം ചെയ്യണം എന്നുള്ളത്. അപ്പോൾ പിറന്നാളായതുകൊണ്ട് കൊടുക്കണമെന്ന് വിചാരിച്ചതല്ല, എന്തായാലും എല്ലാം കൂടെ ഒത്തു വന്നൊരു ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ തന്നെ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ നാളത്തേക്കുള്ള പച്ചക്കറി അരിഞ്ഞ് വെക്കുകയാണ് കേട്ടോ. അമ്മയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇഷ ഇഷ ക്യാബേജ് ക്യാരറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഉപ്പേരി ഉണ്ടാക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ക്യാരറ്റ് അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ക്യാബേജ് അമ്മ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സാമ്പാറിനുള്ളതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, മീനും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നാളെ നമ്മൾ പാക്ക് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ വീട്ടുകാർ തന്നെയാണ് കേട്ടോ. പപ്പ അമ്മ തന്നെയാണ്. നമുക്ക് ഇനി ഇതുപോലെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാനും കീർത്തിയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഈശ എണീറ്റില്ല കേട്ടോ. ഇപ്പം നമ്മൾ തൊഴുത് ഇറങ്ങി കേട്ടോ. പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നേരെ വീട്ടിലേക്കാണ്. വീട്ടിൽ ചെന്ന് ആദ്യം നമ്മൾ ചായ കുടിക്കണം. അനാഥാലയത്തിൽ ഫുഡ് കൊടുക്കാനാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അത് നേരത്തെ വിളിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ പോയി വന്നിട്ട് വേണം നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. ഒരുപാടൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാം നമ്മൾ പെട്ടെന്ന് പാക്ക് ചെയ്തു കേട്ടോ. ഹെൽപ്പ് ചെയ്യാൻ പപ്പയും അമ്മയും ഈശയും കീർത്തി ഏട്ടനും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് നമ്മൾ ഫുഡ് കൊടുക്കാൻ വേണ്ടി പോയിട്ടോ. എല്ലാം നല്ല രീതിയിൽ തന്നെ നടന്നു. ഞാൻ അവിടെ എത്തിയപ്പോൾ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. എന്തോ എനിക്ക് എടുക്കാൻ തോന്നിയില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.